ആ ഇലകൾക്കും പൂക്കൾക്കുമിടയിൽ ഒരു മനുഷ്യൻ കമിഴ്ന്നു കിടക്കുന്നുണ്ടായിരുന്നു. അപരിചിതമായ രീതിയിൽ വസ്ത്രധാരണം ചെയ്ത അയാൾ മരിച്ച ലക്ഷണമൊന്നും കാണിച്ചില്ല. പൂമത്തയിൽ സുഖമായി ഉറങ്ങും പോലെയായിരുന്നു ആ കിടപ്പ്. അയാളെ ഉണർത്തണമെന്നും വേണ്ടെന്നും രണ്ട് അഭിപ്രായങ്ങളുണ്ടായി. ഏറെ നേരത്തെ വാഗ്വാദങ്ങൾക്ക് ശേഷം റോഡിലെ കൊമ്പുകളും ചില്ലകളും മാറ്റുന്നതുവരെ അയാൾ ഉറങ്ങട്ടെ എന്ന തീരുമാനത്തിലെത്തി. ഉച്ചവരെ അയാൾ അങ്ങനെ തന്നെ കിടന്നു. യുവസാഹിത്യകാരൻ സുഭാഷ് ഒട്ടുംപുറത്തിൻ്റെ അപരിചിത കാമുകൻ എന്ന ചെറുകഥയിലെ ഒരു ഭാഗമാണിത്. മലയാള സാഹിത്യ ലോകത്ത് ഏറെ ശ്രദ്ധേയനായിക്കൊണ്ടിരിക്കുന്ന ഒരു എഴുത്തുകാരനാണ് സുഭാഷ് ഒട്ടുംപുറം. അദ്ദേഹത്തിൻ്റെ കഥാനുഭവങ്ങളും വായനാനുഭവങ്ങളും ഈ വിഷുദിനത്തിൽ പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ്. സുഭാഷ് ഒട്ടുംപുറത്തിന് സ്വാഗതം. അപ്പം എഴുത്തനുഭവങ്ങളും കഥാനുഭവങ്ങളുമാണ് നമ്മൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത്. സുഭാഷ് എങ്ങനെയായിരുന്നു ഈ സാഹിത്യ രംഗത്തേക്കുള്ള വരവ്? എങ്ങനെയായിരുന്നു സുഭാഷ്? എഴുത്തുമായിട്ടും വായനയുമായിട്ടും അത്ര വലിയ ബന്ധമൊന്നുമില്ലാത്തൊരു ഇടമാണ്. ആ ഇടത്തു നിന്നാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം വായിക്കുക എന്നുള്ള പാഠപുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളത് അതിലപ്പുറത്തേക്കുള്ളൊരു വായന നമുക്ക് സാധ്യമല്ലായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ KPN UP സ്കൂളിൽ പഠിക്കുന്ന ആ കാലം മുതൽ ബാലപ്രസിദ്ധീകരണങ്ങൾ വായിച്ചു തുടങ്ങി. അപ്പം അതെന്നെ ഭയങ്കരമായിട്ട് ആകർഷിച്ചിരുന്നു. ബാലരമ, ബാലമംഗളം. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ബാലഭൂമി ആദ്യമായിട്ട് പ്രസിദ്ധീകരണ രംഗത്തേക്ക് വരുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെയുള്ള വായനയുടെ രസം കണ്ടെത്തി പിന്നീടാണ് കുറച്ചും കൂടി ഗൗരവമായ രീതിയിലേക്ക് എൻ്റെ വായന പോണത്. 8ാം ക്ലാസ് മുതൽ ഞാൻ VHSC വരെ പഠിച്ചത് താനൊരു ഫിഷറീസ് സ്കൂളിലാണ്. എനിക്ക് തോന്നുന്നത് ആ സ്കൂളും അവിടുത്തെ അധ്യാപകരും ആ അന്തരീക്ഷവുമാണ് എൻ്റെ വായനനെ കുറച്ചും കൂടി വിശാലമാക്കിയതും എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തിലേക്കുള്ള എൻ്റെ ആദ്യത്തെ വിത്ത് പാകിയതും ആ സ്കൂൾ അധ്യാപകരും അന്തരീക്ഷമാണെന്ന് ഞാൻ ഇപ്പോഴും ഉറച്ച് വിശ്വസിക്കുന്നു. അവിടെ എത്തിയതിന് ശേഷമാണ് അവിടുത്തെ ആ സ്കൂളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടുത്തെ സ്റ്റാഫുകളല്ല, അധ്യാപകർ മാത്രമല്ല, മറ്റ് പ്യൂണാവട്ടെ ക്ലർക്കാവട്ടെ അവരൊക്കെ നല്ല വായനയുള്ള മനുഷ്യന്മാരായിരുന്നു. അപ്പോൾ അവർ വായിച്ച പുസ്തകങ്ങളെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ പരസ്പരം ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ അത്ഭുതത്തോടു കൂടി നോക്കിയിരിക്കും. അപ്പോൾ അതുവരെ ഈ ബാലമാസികളുള്ള ഈ കുട്ടിക്കഥാപാത്രങ്ങൾ മാത്രം കണ്ടുപരിചയിച്ച എൻ്റെ മുമ്പിലേക്ക് MT വാസുദേവൻ നായർ വരും, OV വിജയൻ എന്നുള്ള പേര് കേൾക്കുന്നു, M മുകുന്ദൻ്റെ പേര് കേൾക്കുന്നു. അങ്ങനെ നമ്മൾ വായിച്ചതിനൊക്കെ അപ്പുറത്തേക്ക് മറ്റൊരു സാഹിത്യ ലോകം ഉണ്ടെന്ന് മനസ്സിലാവണം അവിടുന്ന്. ആ സ്കൂള് അന്ന് ഇത്ര സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ചെറിയ ഒരു സ്കൂളായിരുന്നു. അവിടെ ലൈബ്രറി എന്ന് പറയാൻ സ്റ്റാഫ് റൂമിൻ്റെ മൂലയിൽ ചാരി വെച്ച ഒരു ഒറ്റ അലമാര, അതായിരുന്നു അവിടുത്തെ ലൈബ്രറി. എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ആ ലൈബ്രറി അല്ലെങ്കിൽ ആ അലമാര ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച വിദ്യാർത്ഥി ഞാനായിരിക്കും. കാരണം മറ്റ് കുട്ടികളൊക്കെ ഫുട്ബോൾ, ക്രിക്കറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വിനോദത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഏതെങ്കിലും പുസ്തകം എടുത്തിട്ട് ഏതെങ്കിലും ഒരു മൂലയിൽ നിന്ന് വായിക്കുന്നുണ്ടാവും. ഇത്തരം ഫുട്ബോളോ അല്ലെങ്കിൽ ക്രിക്കറ്റോ ഒന്നും ഇതുവരെ എന്നെ ഒരു ലഹരിയായിട്ടോ ആകർഷിച്ചിട്ടില്ല, ഒരിക്കലും ആകർഷിച്ചിട്ടില്ല. എനിക്ക് അത്ഭുതം തോന്നുന്നുണ്ട്, മറ്റുള്ളവർ ഇതൊക്കെ ഇങ്ങനെ ആഘോഷിക്കുമ്പോൾ എനിക്ക് എന്തുകൊണ്ടാണ് ഇത് ആഘോഷിക്കാൻ പറ്റാത്തത് എന്നുള്ളതിൽ ഭയങ്കര അത്ഭുതം തോന്നുന്നുണ്ട്. പക്ഷെ നേരെ മറിച്ച് വായന ഭയങ്കരമായിട്ടുള്ള വായന. എനിക്ക് തോന്നുന്നത് അന്ന് അത്ര ആർത്തി പിടിച്ച് വായിച്ച ഒരു വായന ഇപ്പൊ പുസ്തകങ്ങൾ ധാരാളം സുലഭമായി കിട്ടിയപ്പോൾ അത്രക്ക് അങ്ങോട്ട് ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ശരിക്കും ഒരു താനൂരിനെ സംബന്ധിച്ചിടത്തോളം തീരദേശ മേഖലയാണ്, മത്സ്യത്തൊഴിലാളികളുടെ ഒരു പ്രദേശം കൂടിയാണ്. മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ നിന്നാണ് സുഭാഷ് വരുന്നത്. അപ്പോൾ ഈ എഴുത്തിനെ എത്ര കണ്ട് ഈ ചുറ്റുപാടുകളും സാഹചര്യങ്ങളൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട്? കടലിനും പുഴയ്ക്കുമിടയിൽ ഏതാനും മീറ്ററുകൾ മാത്രം വീതിയുള്ളൊരു പ്രദേശത്തു നിന്നാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം അതാണ്. മിക്കവാറും പല എഴുത്തുകാർക്കും ഒന്നുകിൽ ഒരു കടലുണ്ടാവും അല്ലെങ്കിൽ ഒരു പുഴ. എന്നെ സംബന്ധിച്ചിടത്തോളം കടലും ഉണ്ട്, പുഴയുണ്ട്. അപ്പോൾ ഇതിന് രണ്ടിൻ്റെയും ഗുണങ്ങൾ എൻ്റെ എഴുത്തിൽ നന്നായിട്ട് എനിക്ക് കിട്ടിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കൂടുതലും എൻ്റെ കഥയിലൊക്കെ കടലാണ്
പശ്ചാത്തലമായിട്ടോ അല്ലെങ്കിൽ ഒരു വാക്കുകൊണ്ടോ കടൽ അദൃശ്യമായിട്ടെങ്കിലും എൻ്റെ കഥകൾ വരാറുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രണയം തോന്നിയത് പുഴയോടാണ്. ഞാൻ ഏറ്റവും ഈ രണ്ടെണ്ണത്തിൽ ഏറ്റവും കുറച്ച് എഴുതിയിട്ടുണ്ടാവലും പുഴയെ പറ്റിയിട്ടായിരിക്കും എനിക്ക് തോന്നുന്നത്. പക്ഷേ ഞാനൊരു കൂലിപ്പണിക്കാരാണെന്നുള്ള കാര്യം അറിയാലോ. ഇപ്പോൾ രാവിലെ 7 മണിക്ക് പണിക്ക് പോയി വൈകുന്നേരം 4 മണിയാകുമ്പോൾ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് വരും. പിന്നെയുള്ള എൻ്റെ ഒരു ലോകം എന്ന് പറയുന്നത് എൻ്റെ വീട്ടിലത്തെ മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ വായനയാണ്. പുസ്തകം എടുത്ത് നേരെ കടപ്പുറത്തേക്ക് പോയിരിക്കും. അവിടെ ഇരുന്ന് വായിക്കുന്ന സുഖം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സുഖമാണ്. ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഇത്രയധികം സൗകര്യങ്ങൾ നമുക്ക് കാറ്റുകൊള്ളാനും നമുക്ക് ചുമ്മാ ആലോചിച്ചിരിക്കാൻ എത്ര സൗകര്യങ്ങളുണ്ടായിട്ടും നമ്മുടെ നാട്ടിലെ ആളുകൾ വേണ്ടത്ര ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. നിർഭാഗ്യവശാൽ മറ്റു പല കാര്യങ്ങൾക്കാണ് കടപ്പുറത്തിനെ ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ള ഒരു സങ്കടം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ഇപ്പം പ്രത്യേകിച്ച് ആദ്യം എഴുതി തുടങ്ങിയൊരു കഥയായിരുന്നു ബാലസാഹിത്യ അല്ല. എൻ്റെ എഴുത്തിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഫിഷറി സ്കൂളിൽ എത്തിയതിന് ശേഷമാണ് എഴുതിക്കളയാം എന്നൊരു സാഹസത്തിന് ഞാൻ മുതിർന്നത്, എഴുതാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തിലേക്ക് എത്തിയത്. അപ്പോൾ അവിടെ യുവജനോത്സവത്തിൽ കഥ കവിത മത്സരങ്ങളിലൊക്കെ ഞാൻ ആവേശത്തോടു കൂടി പങ്കെടുത്തിട്ടുണ്ട്. 1-2 തവണ സമ്മാനങ്ങളും കിട്ടിയിട്ടുണ്ട്. അതെന്നെ ഭയങ്കരമായിട്ട് എന്നിൽ ആത്മവിശ്വാസം ഉണ്ടാക്കി, ആയേ പറ്റൂ എന്നുള്ളത്. പക്ഷെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അന്ന് മത്സരിക്കാൻ വേറെ അധികം കുട്ടികളില്ലാത്തത് കൊണ്ടാണ് എനിക്ക് സമ്മാനം കിട്ടിയത്. അന്നത്തെ എൻ്റെ എഴുത്തിനൊരു കാഴ്ചപ്പാടില്ലായിരുന്നു. എഴുത്തുകാരനാവണം എന്നുള്ള ഇഷ്ടം കൊണ്ട് നമ്മൾ എഴുതിപ്പോയതിലപ്പുറത്തേക്ക് അന്ന് എഴുതിയ കഥകൾക്കോ കവിതകൾക്കോ എന്തെങ്കിലും ക്വാളിറ്റി ഉണ്ടെന്ന് ഞാനിപ്പോൾ വിശ്വസിക്കുന്നില്ല. പിന്നെ അതിന് ശേഷം സ്കൂൾ ടൈമെല്ലാം കഴിഞ്ഞ് ഞാൻ പണിക്ക് പോയി തുടങ്ങിയ സമയത്തും എഴുത്തുകാരനാവുക എന്നുള്ള ഒരു മോഹം എൻ്റെ ഉള്ളിൽ കിടന്നു. അപ്പോഴും കഥകളൊക്കെ എഴുതും, നാട്ടിലെ കൂട്ടുകാർക്ക് വായിക്കാൻ കൊടുക്കും. അവർ നന്നായി എന്ന് പറയും. അത് എന്നെ സങ്കടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നന്നായി എന്ന് പറയണ്ടായി. പിന്നെ പല വാരികകൾക്കും കഥകളും കവിതകളൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അതേപോലെ തന്നെ തിരിച്ച് വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് മനസ്സിലായി ഇതെന്നെ കൊണ്ട് പറ്റുന്ന പണിയല്ല. അങ്ങനെ ഞാൻ ആ പരിപാടി അങ്ങോട്ട് നിർത്തി. പതിയെ എൻ്റെ വായനയിൽ നിന്നുപോയി. എനിക്ക് ആ കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഖേദമുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ വായനയിൽ നിന്ന് ആ സമയത്ത് വിട്ടുപോയത്? ഞാൻ മാതൃഭൂമി ആഴ്ച പതിപ്പ് കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന ഒരാളായിരുന്നു. അതുപോലെ എത്ര പുസ്തകങ്ങളുണ്ടായിരുന്നു. പിന്നെ ഇടക്കാലം വെച്ച് എഴുത്തു പോയപ്പോൾ, അല്ലെങ്കിൽ എഴുത്തുകാരനാവണം എന്നുള്ള മോഹം പോയപ്പോൾ വായനയും പോയി. ആ കുറച്ച് കാലം, ഒരു 4-5 കൊല്ലം അങ്ങനെ ഞാൻ മറ്റു പല താല്പര്യങ്ങളിലേക്ക് വഴിമാറി. എനിക്ക് ആ കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഖേദമുണ്ട്. കാരണം ആ 5-6 വർഷം നഷ്ടപ്പെടുത്തി ഒരുപാട് നല്ല കഥകൾ വായിക്കാനുള്ള ഒരു വലിയ സമയം ഞാൻ നഷ്ടപ്പെടുത്തിയതിൽ എനിക്ക് ഖേദമുണ്ട്. പിന്നെ അവിചാരിതമായിട്ടാണ് പിന്നെ ഞാൻ എഴുത്തിലേക്ക് വന്നത്, തിരിച്ചു വരുന്നത്. അത് എനിക്കൊരു അത്ഭുതം പോലെ തോന്നുന്നത്, ഈ നാട്ടിൽ തന്നെയുള്ള ഒരു കലാകാരനുണ്ട്, തോലിൽ സുരേഷ് ബാബു എന്നാണ് പേര്, ചിത്രകാരനാണ്. ലളിതകലാ അക്കാദമി അവാർഡൊക്കെ വാങ്ങിയ, ഒട്ടുംപുറത്തിനെ പുറലോകത്ത് ആ പേര് കേൾപ്പിച്ച ആദ്യത്തെ വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എൻ്റെ സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏട്ടൻ്റെ വീട് ഈ പുഴൻ്റെ അക്കരയാണ്. അപ്പം ഈ തോലിൽ സുരേഷ് ബാബു എന്ന ഞാൻ ബാബുവേട്ടെന്നാണ് വിളിക്കും. ബാബുവേട്ടൻ താമസിക്കുന്നത് കോഹിന്നൂരാണ്, അവിടെ ഒരു വാടക വീട്ടിലാണ്. അപ്പോൾ ഇടയ്ക്ക് ഇവിടെ വരുമ്പോൾ എന്നെ വിളിക്കും. അങ്ങനെ കുറേ കാലത്തിന് ശേഷം ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനിവിടെ ഉണ്ട്, ഇവിടെ വാങ്ങും. ഈ വഴി കൂടെ തന്നെ അങ്ങനെ നടന്നു പോയി. അപ്പം എൻ്റെ ഉള്ളിൽ എഴുത്തൂല്യ വായനയില്ല. അദ്ദേഹത്തിന് ആ സമയത്ത് മുദ്ര പബ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു പബ്ലിക്കേഷൻ സ്വന്തമായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ സംസാരവും സാഹിത്യവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഞാനതൊക്കെ എന്നോ വിട്ടതുമാണ്. അപ്പം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാബുവേട്ടൻ പറഞ്ഞു, ഞാനൊരു കഥ എഴുതാൻ പോവാണ്. അദ്ദേഹം നല്ല അസലായിട്ട് എഴുതുകയും ചെയ്യും, ചിത്രം വരെ മാത്രമല്ല എഴുതും. ഞാനൊരു കഥ എഴുതുന്നുണ്ട്. ഞാൻ ആയിക്കോട്ടെ എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ മൂളി കേട്ടിരുന്നു. അപ്പോൾ അദ്ദേഹം എഴുതാൻ ഉദ്ദേശിക്കുന്ന കഥയും അതിൻ്റെ പശ്ചാത്തലം, അതിൻ്റെ പെർസ്പെക്റ്റീവ് ഒക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലൊരു മായാജാലം അല്ലെങ്കിൽ ഒരു രാസപ്രവർത്തനം, അങ്ങനെ തന്നെ എനിക്ക് വിശേഷിപ്പിക്കാൻ പറ്റുള്ളൂ. ഇത് ആലങ്കാരികമായിട്ടുള്ള അക്ഷരാർത്ഥത്തിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ വീണ്ടും ഒന്നുകൂടി എഴുതി തുടങ്ങിയാലോ. അപ്പോൾ എനിക്ക് തോന്നുന്നത്
അന്ന് മുൻപ് എഴുതുന്ന സമയത്ത് എനിക്കൊരു കാഴ്ചപ്പാടില്ലായിരുന്നു. ഞാൻ ആരുടെ ഭാഗത്ത് നിന്നാണ് എഴുതേണ്ടതെന്ന് എനിക്ക് വലിയ പിടിയില്ല. എഴുത്തുകാരനാവുക എന്നുള്ള മോഹം, ആ ഒരു സംഗതി, അതിലപ്പുറത്തേക്ക് ആഗ്രഹം കൊണ്ട് എഴുതിപ്പോയി. അന്ന് ബാബുവേട്ടനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എഴുതേണ്ട പക്ഷം, ഞാൻ ആരുടെ പക്ഷം നിൽക്കണം എന്നുള്ളത് വ്യക്തമായ ബോധ്യം എനിക്കുണ്ടായി. അദ്ദേഹത്തിനോട് യാത്ര പറഞ്ഞ് ഈ പുഴയോരത്തു കൂടെ ഇങ്ങനെ നടന്ന് വീട്ടിലെത്തുമ്പോഴേക്കും എൻ്റെ മനസ്സിൽ എൻ്റെ ആദ്യത്തെ കഥ ഓല രൂപപ്പെട്ട് കഴിഞ്ഞു. അത് ഞാൻ ഒരു നോട്ട് ബുക്ക് വാങ്ങി പകർത്തി വീണ്ടും മാറ്റി എഴുതി അവസാനം ഭയങ്കര നാണത്തോട് കൂടിയിട്ട് ബാബുവേട്ടന് ഫോൺ ചെയ്യാണ്. ഞാൻ ഫോൺ ചെയ്തിട്ട് ഞാൻ ചോദിക്കാം, ബാബുവേട്ടൻ ഞാനൊരു കഥ എഴുതിയിട്ടുണ്ട്, ആർക്കതൊന്ന് പ്രസിദ്ധീകരിക്കാൻ കൊടുക്കാം, മാതൃഭൂമിക്കോ ചന്ദ്രികാഴ്ചപ്പറ്റി ആർക്കെങ്കിലും കൊടുക്കണോ? അപ്പോൾ എനിക്ക് ഉറപ്പാണ് അത് കേട്ടപ്പോൾ ബാബുവേട്ടൻ ചിന്തിച്ചിട്ടുണ്ടാവല് അവനെ ഏതെങ്കിലും ഒരു പൊട്ടക്കഥ എഴുതിയിട്ടുണ്ടാവും എന്നുള്ള. കാരണം ഞാൻ എഴുതുന്ന കാര്യം മൂപ്പർക്ക് അറിയില്ലല്ലോ. മൂപ്പർ എന്നോട് പറഞ്ഞു, ഈ ആർക്കും അയക്കണ്ട, തൽക്കാലം എനിക്ക് അയക്ക്. അപ്പം ഞാൻ എങ്ങനെ ഇപ്പം അയക്കും? അതിനാദ്യം അത് PDF ആക്കണം. അപ്പോൾ PDF ആക്കണ വിദ്യൊന്നും എനിക്കറിയില്ല. മൂപ്പർ പറഞ്ഞ് താനൂർ എവിടെയെങ്കിലും DTP സെൻറ്ററിൽ പോയിട്ട് DTP എടുത്തോ, എന്നിട്ട് PDF ആക്കി അയച്ചിട്ടുണ്ടാകും. അപ്പം ഞാൻ ഈ നോട്ട് ബുക്കും കൊണ്ട് താനൊരു ക്രിയേറ്റീവ് മീഡിയയിലെ രാജേട്ടൻ്റെ അടുത്ത് പോവുകയാണ്. മുൻപൊരു വിവരാവകാശത്തിന് വേണ്ടി മാത്രം, ഒരു അപേക്ഷ കൊടുക്കാൻ വേണ്ടി മാത്രം പോയൊരു പരിചയം മാത്രമേ രാജേട്ടനുമായിട്ട് എനിക്കുള്ളൂ. അപ്പോൾ രാജേട്ടൻ്റെ ക്രിയേറ്റീവ് മീഡിയയിലേക്ക് ഞാൻ കയറി ചെല്ലുമ്പോൾ മറ്റെന്തോ ആവശ്യങ്ങൾക്ക് വന്നൊരു 2-3 ആളുകൾ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കഥ കൊണ്ട് എനിക്ക് അങ്ങോട്ട് കയറി ചെല്ലാൻ ഭയങ്കര നാണം കൊണ്ട് ഞാൻ കുറേ നേരം പുറത്ത് തന്നെ നിന്നു. അവനോട് ചോദിച്ചു, രാജേട്ടൻ ചോദിച്ചു എന്താണ്? അപ്പോൾ ഞാൻ പറഞ്ഞതൊന്ന് DTP എടുക്കാനാണ്, നോട്ട് ബുക്കിട്ട് പോയി. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചു. എനിക്ക് നാണം കൊണ്ട് ഞാൻ ആകെ കൂമ്പി പോയി. ഇതൊരു കഥയാണ്. അപ്പം എൻ്റെ ഒരു നോട്ടം മൂപ്പര്. ഞാൻ പറഞ്ഞതൊന്ന് ചെയ്തു തരണം. അപ്പം എന്നോട് പറഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾ വന്നാൽ മതി തരാമെന്ന്. ഒരാഴ്ച കഴിഞ്ഞ് ചെല്ലുമ്പോൾ അതിനേക്കാൾ കൂടുതൽ നാണത്തോടു കൂടി ഞാൻ കയറി ചെല്ലുന്നു. കാരണം DTP എടുക്കുന്ന ആളായിരിക്കുമല്ലോ ആദ്യത്തെ വായനക്കാരൻ. അപ്പം എന്തായിരിക്കും ഇദ്ദേഹം എന്നെപ്പറ്റി ചിന്തിച്ച് വെച്ചിട്ടുണ്ടാവുക എന്നുള്ള ഭാവത്തിലാണ് ഞാൻ പോണത്. അവിടെ കയറി ചെന്നപ്പോൾ തന്നെ എന്നോട് പറഞ്ഞ്, രാജേട്ടൻ പറയാണ്, സുഭാഷേ ഞാനും അത്യാവശ്യം വായിക്കുന്ന ആളാണ്, ഇത് കുഴപ്പമില്ല, നല്ല കഥയാണ്. അപ്പോൾ ആ മുഖം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അത് ഉള്ളിൽ തട്ടിയിട്ടുള്ള അഭിപ്രായമാണ്. അങ്ങനെ ആ സന്തോഷത്തോടു കൂടി ആ PDF വാങ്ങി ബാബുവേട്ടന് അയച്ചു കൊടുത്ത്, ബാബുവേട്ടൻ അത് വായിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇടാ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ഒന്ന് എഡിറ്റ് ചെയ്യണം, ജിങ്ങട് വാങ്ങും. അങ്ങനെ ഞാൻ ഇവിടുന്ന് കോഹിനൂർക്ക് ബസ് കയറി അവിടുന്ന് അദ്ദേഹം ഈ കഥ PDF പ്രിൻ്റ് എടുത്തിട്ട് എങ്ങനെ എഡിറ്റ് ചെയ്യണം എന്നുള്ളതിൻ്റെ ബാലപാഠം എനിക്ക് അദ്ദേഹം പഠിപ്പിച്ചു. എനിക്കത് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. അങ്ങനെ എഡിറ്റിങ് കഴിഞ്ഞതിന് ശേഷം ആ കഥ ചന്ദ്രയാഴ്ച പതിപ്പിൽ അയച്ചു കൊടുത്ത് അതിൽ പ്രസിദ്ധീകരിച്ച് വന്നു. എൻ്റെ ആദ്യത്തെ കഥ ചന്ദ്രയാഴ്ച പതിപ്പിലാണ്. പിന്നെ സന്തോഷം എന്ന് പറയുമ്പോൾ ഒരു ദിവസം പണി കഴിഞ്ഞിങ്ങനെ വീട്ടിൽ വന്നിരിക്കുമ്പോഴാണ് എനിക്കൊരു കോൾ വരുന്നത്. അപ്പോൾ ഒരു അപരിചിത നമ്പർ. ഞാൻ കോൾ എടുത്തപ്പോൾ ഞാൻ ചന്ദ്രകാഴ്ച പതിപ്പിൽ നിന്ന് VK സുരേഷാണ്. അപ്പോൾ എൻ്റെ ഉള്ളിലിങ്ങനെ വല്ലാത്തൊരിത്, കാരണം ആഴ്ച പതിപ്പൊന്ന് ആദ്യമായിട്ടാണല്ലോ വിളിക്കുന്നത്. അപ്പോൾ സുഭാഷിൻ്റെ കഥ വായിച്ചു, നമുക്ക് കൊടുക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അത് പറഞ്ഞതിന് ശേഷം 2 മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് 2018 ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിൽ ആണ് ആ കഥ പ്രസിദ്ധീകരിച്ച് വരുന്നത്. 26-ാം തീയതി എനിക്ക് കോട്ടയത്ത് പോകേണ്ടതുണ്ട്. അപ്പോൾ തലേ ദിവസം ഞാൻ വീട്ടിലിരുന്ന് ഇങ്ങനെ മൊബൈലിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കളിക്കുമ്പോൾ FBയിൽ ചന്ദ്രകാഴ്ച പതിപ്പിൻ്റെ പുതിയ കവർ. അപ്പോൾ യാദൃശ്ചികമായിട്ട് നോക്കിയപ്പോൾ കവറിൻ്റെ ഏറ്റവും മുകളിൽ കഥ സുഭാഷ് ഒട്ടുമുറ എന്നുള്ള പേര്. അപ്പോഴാണ് ഞാൻ ഇതിൻ്റെ ആനന്ദം നമ്മൾ ആദ്യമായിട്ട് അനുഭവിക്കുന്നത്. പിന്നെ കഥ പ്രസിദ്ധീകരിച്ച് വരിക. അതുമാത്രമല്ല, നമ്മൾ ഒരു പ്രാവശ്യം ഇട്ടെറിഞ്ഞ് പോയതാണല്ലോ, രണ്ടാമത്. അപ്പൊ എനിക്ക് എഴുത്തിലേക്ക് എന്നെ കൈപിടിച്ച് കൊണ്ടുവരുന്നത് ചന്ദ്രകാഴ്ച പതിപ്പും അതിൻ്റെ എഡിറ്റോറിയൽ ബോർഡിലുള്ള VK സുരേഷ് ഏട്ടൻ, ചന്ദ്രേട്ടൻ, ജയേട്ടൻ, അവരോടൊക്കെ വല്ലാത്തൊരു ആത്മബന്ധമാണ് എനിക്കുള്ളത്. അവർക്കും എന്നോട് അങ്ങനെ തന്നെ. ഇത്രയും വർഷങ്ങളായിപ്പോൾ 2018-ലാണല്ലോ. അതിന് ശേഷം ആ വർഷം ഞാൻ എഴുതിയ 3 കഥകൾ, ഓല എന്നുള്ള കഥകളടക്കം 3 കഥകൾ ചന്ദ്രകാഴ്ച പതിപ്പ് തന്നെയാണ് വന്നത്. ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുണ്ടാവലും ചന്ദ്രകാഴ്ച പതിപ്പ് തന്നെ ആയിരിക്കും. 7-8 കഥകൾ ചന്ദ്രകാഴ്ച പതിപ്പിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ സുഭാഷ് എത്ര ഏതാണ്ട് പിന്നെ എത്ര
കഥകൾ, എത്ര രചനകൾ സുഭാഷിൻ്റെതായിട്ട് പുറത്തു വന്നിട്ടുണ്ട്? ഏകദേശം വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഏകദേശം ഒരു 60ഓളം കഥകളും ചെറുകഥകളും. അതിന് പുറമെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു 10ഓ 15ഓ കഥകൾ എഴുതിയിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു 7 നോവൽ പുസ്തകങ്ങളായിട്ട് പ്രസിദ്ധീകരിച്ചിട്ട് എത്ര പുസ്തകങ്ങൾ? മൊത്തം പുസ്തകങ്ങൾ 10 ഉണ്ട്. 5 കഥാസമാഹാരം, ഈ ചെറുകഥകൾ ഉൾപ്പെടുത്തി 5 കഥാസമാഹാരം, പിന്നെ കുട്ടികൾക്ക് വേണ്ടി ഒരു കഥാസമാഹാരം, കുട്ടികൾക്ക് വേണ്ടി 4 നോവൽ, അങ്ങനെ 10 പുസ്തകങ്ങൾ നിലവിൽ ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെതായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നോവലുകൾ എന്തെങ്കിലും? നോവല്, എൻ്റെ ആദ്യത്തെ നോവല് എല്ലാ പണിയും കഴിഞ്ഞിട്ട് 2 വർഷത്തോളമായി. അതിന് 2023 പ്രതിച്ഛായ പുരസ്കാരം കിട്ടി. അപ്പോൾ എന്നോട് പലരും ചോദിച്ചു ആ നോവൽ എന്താണ് ഇറങ്ങാത്തത്, ഞങ്ങൾക്ക് വായിക്കണമല്ലോ എന്ന്. അപ്പോൾ എന്നോട് DC ബുക്സ് പറഞ്ഞതാണ് ആ നോവൽ നമുക്ക് ചെയ്യാമെന്ന്. പക്ഷേ ഞാൻ തൽക്കാലം വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിൽ നിന്നാണ്. അത് നോവലായിട്ട് പുസ്തകമായിട്ട് വരുന്നതിന് മുമ്പേ ഏതെങ്കിലും വാരികയിൽ ഗണ്ടശ വന്നാൽ കൊള്ളാമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഞാൻ എൻ്റെ ആദ്യത്തെ നോവൽ ഇങ്ങനെ അവിടെ മൂടി പൂട്ടി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ കേട്ടിട്ടുണ്ട് പക്ഷികളെ വളരെയധികം സ്നേഹിക്കുന്ന ഒരാളാണ്, പക്ഷിയെ നിരീക്ഷിക്കാറുണ്ട്, പക്ഷികളെ കൂടുതൽ അടുത്തറിയാനും പഠിക്കാനും അതേക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ കഥകളിലൊക്കെ പിന്നെ പക്ഷികളുടെ കാര്യങ്ങളൊക്കെ പരാമർശിക്കപ്പെട്ടിട്ടുണ്ടോ? തിരിച്ചു കിട്ടിയ പുഴകൾ എന്ന കഥയിലാണ് പക്ഷികളെ പറ്റിയിട്ട് കുറേം കൂടി ആഴത്തിൽ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. ആ കഥ പക്ഷികളെ ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെടുന്ന 2 കുട്ടികൾ തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ ഒരു കഥയാണ്. അതിനോടൊപ്പം പുഴയും കഥാപാത്രമായിട്ട് വരുന്നൊരു കഥ കൂടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ പുഴനെ പറ്റി വളരെ കുറച്ച് കഥകൾ എഴുതിയിട്ടുള്ളൂ. പക്ഷെ അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് വളരെ ശക്തമായ ഒരു കഥ ആയിട്ട് തോന്നിയത് തിരിച്ചു കിട്ടിയ പുഴകൾ എന്നുള്ള കഥയാണ്. ആ കഥ വായിച്ചിട്ട് നമ്മുടെ പരപ്പനങ്ങാടിയുള്ള അരുണൻ ശിവൻ, അദ്ദേഹം അത്യാവശ്യം സിനിമയിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. 1 2 സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. ആ കഥ വായിച്ചിട്ട് അത് സിനിമ ആക്കിയാൽ കൊള്ളാം എന്നൊരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു സിനിമയുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായി തോന്നി. കാരണം ഞാനതിൽ സിനിമ കണ്ടിട്ടല്ലല്ലോ എഴുതുന്നത്. പക്ഷെ അവർ സിനിമ കണ്ട് അങ്ങനെ അവർക്ക് വേണ്ടി ആ സിനിമയ്ക്ക് ഒരു തിരക്കഥ എഴുതി കൊടുത്തു. ഞാൻ ആ കഥ ഡെവലപ്പ് ചെയ്തിട്ട് തിരക്കഥാക്കി. പക്ഷേ പല കാരണങ്ങളാൽ ആ സിനിമ മുടങ്ങിപ്പോയി. സിനിമ പിന്നെ പൊതുവെ അങ്ങനെയാണല്ലോ. ആ കഥ വായിച്ചിട്ടാണ് കേരളത്തിലെ പ്രമുഖ പക്ഷി നിരീക്ഷകനും ഫോട്ടോഗ്രാഫറുമായിട്ടുള്ള വിജേഷ് വള്ളിക്കുന്നുമായിട്ട് ഉള്ള എൻ്റെ സൗഹൃദം ആരംഭിക്കുന്നത്. മൂപ്പര് ആ കഥ വായിച്ചിട്ട് എന്നോട് പറഞ്ഞത് സാധാരണ പക്ഷികളുമായി ബന്ധപ്പെട്ടുള്ള കഥകൾ വായിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒരു ഫോൾട്ട് വരാറുണ്ട്. കാരണം അദ്ദേഹത്തിന് പക്ഷികളെ പറ്റിയിട്ട് അത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അറിയാം. പക്ഷെ സുഭാഷിൻ്റെ ഈ കഥയിൽ എനിക്ക് അത്തരത്തിൽ യാതൊരു അപാകതകളും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് എന്നോട്. ആ കഥയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത് 2 കുട്ടികൾ, അതിലൊരു ചന്ദ്രൻ എന്ന പേരുള്ള കുട്ടി, അവനാണ് വല്ലാത്തൊരു പക്ഷി സ്നേഹി, അല്ലെങ്കിൽ എന്നെ പോലെ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. അവന് പോകുന്ന വഴിയിലൊക്കെ ഏതൊക്കെ മരത്തിൽ ഏതൊക്കെ പക്ഷികൾ കൂട് വെച്ചിട്ടുണ്ട്, ഏതൊക്കെ കൂട്ടിൽ എത്ര മുട്ടകളുണ്ടെന്നൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാം. ഓരോ മരക്കൊമ്പിലും അവൻ ഓരോ കണ്ണ് കാത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അവനിലൂടെയാണ് ആഖ്യാതാവായ കുട്ടി നമുക്ക് കഥ പറഞ്ഞു തരുന്നത്. അപ്പോൾ പുഴയോരത്തിരുന്നിട്ടുള്ള അവരുടെ സംഭാഷണങ്ങൾ, സ്കൂളിൽ പോകുമ്പോൾ അവർ പുഴയോരത്തു കൂടെ നടന്നു പോകുമ്പോൾ കാണുന്ന പക്ഷികൾ. പക്ഷേ ഈ കുട്ടിക്ക്, ചന്ദ്രൻ എന്നുള്ള കുട്ടിക്ക്, പരിസ്ഥിതിയോട് അടക്കാൻ പറ്റാത്തൊരു അഭിനിവേശമുണ്ട്. പക്ഷികളോട് വല്ലാത്ത സ്നേഹം ഉണ്ടെങ്കിൽ കൂടി അത് കുറച്ചും കൂടി യാഥാർത്ഥ്യത്തിൽ ഊന്നിയ ഒരു സ്നേഹമാണ്. അപ്പോൾ അവർ രണ്ടാളും നടന്നു വരുന്ന വഴിക്ക് ഒരു പക്ഷിനെ ഒരു പാമ്പ് ചുറ്റി വരയുന്നത് കണ്ട്. അപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞ് നമുക്ക് ആ പക്ഷിനെ പോയി രക്ഷപ്പെടുത്താം. അപ്പോൾ പക്ഷി സ്നേഹിയായ ചന്ദ്രൻ പറയാണ് വേണ്ട, അതെന്തേന്ന് ചോദിക്കും. പാമ്പിന് പിന്നെ ആര് തിന്നാൻ കൊടുക്കും? അതാണ് അവൻ്റെ പാരിസ്ഥിതിക അവബോധം. കാരണം നമ്മൾ പക്ഷിനോടുള്ള സ്നേഹം കൊണ്ട് പക്ഷിയെ പോയി രക്ഷിക്കുമ്പോൾ പാമ്പിൻ്റെ ഭക്ഷണമാണ് നമ്മൾ ഇല്ലാതാക്കുന്നത്. അവൻ എപ്പോഴും പറയലുണ്ട്, ചുറ്റുപാടുകളിലേക്ക് അനാവശ്യമായി ഇടപെടാതെ നോക്കിക്കാണുന്നതാണ് നമ്മുടെ നന്മ. ആ കഥയുടെ തീം എന്താണെന്ന് നേരത്തെ നിങ്ങൾ ചോദിച്ചില്ലേ, ആ കഥയുടെ തീം അതാണ്. നമ്മുടെ ചുറ്റുപാട് പരിസ്ഥിതിയിലേക്ക് അനാവശ്യമായി നമ്മൾ ഇടപെടാതെ നമ്മൾ നോക്കിക്കാണും. അതാണ് അതിന് ഏറ്റവും വലിയ നന്മ.
അതിനെ നിലനിർത്തുക എന്നുള്ളതാണ്. അതെ, അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് പരിസ്ഥിതിയെ ചൂഷണം ചെയ്യാതെ ഒരു വികസന പ്രവർത്തനം നടക്കൂല ഇവിടെ. അത് നമുക്കറിയാം. അപ്പോൾ വീട് വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ മല തകർക്കേണ്ടി വരും. പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ആവശ്യമുള്ള വീടല്ല നമ്മൾ പണിയണത്, അനാവശ്യമായ വീടുകളാണ്. ഞാനിപ്പോൾ ഈ വീട് പണിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളായതുകൊണ്ട്, ഞാൻ കൂലിപ്പണിക്കാരനായതുകൊണ്ട് തന്നെ എനിക്കറിയാം, ഞാൻ ഓരോ വീട് പണിയെടുക്കുമ്പോഴും അവിടെ പല വീട്ടിലും ഒരു ഭാര്യയും ഭർത്താവ് 2 കുട്ടികളുണ്ടാവുള്ളൂ. പക്ഷെ അവർക്ക് ഇരുനില വീട് വേണം, വീടിന് ചുറ്റും സെൻട്രൽ ജയിലിന് തോൽപ്പിക്കുന്ന രീതിയിലെ വലിയ മതിലുകൾ വേണം എന്നൊക്കെയുള്ള അതാണ്. അപ്പോൾ ഇവർക്ക് കാശുണ്ട് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അടുത്തവൻക്ക് വീട് വെക്കാനുള്ള കല്ലുകൾ കൂടി ഇവർ വാങ്ങണം. ഇത് ആരുടെയോ അല്ലെങ്കിൽ ആരുടേതുമല്ലാത്ത എല്ലാവരുടേതുമായ മല തകർത്തിട്ടാണ് നമ്മൾ വീട് വെക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് സംയമനം പാലിക്കേണ്ടതുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള വീട് വെക്കുക, ദീർഘകാലത്തേക്ക് ഉപയോഗിക്കപ്പെടുന്ന രീതിയിലുള്ള വീടുകൾ വെക്കുക. പിന്നെ അതുപോലെ മതിലുകളുടെ ആവശ്യം എന്താണ്? എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ഗ്രാമത്തിൽ ഒരു വീടിന് ചുറ്റുമതിലുണ്ടായിട്ടില്ല. ആ വടക്കേ അറ്റത്തുനിന്ന് വൈകുന്നേരം ആകുമ്പോൾ പ്രായമായ മുത്തശ്ശിമാർ ഇറങ്ങും. അപ്പോൾ അവർക്ക് സഞ്ചരിക്കാനായിട്ടുള്ള ഞരമ്പുകൾ പോലുള്ള വഴികളുണ്ട്. നമ്മൾ നടന്ന് ഇതുപോലെ വഴിയായി അങ്ങനെ പോകുമല്ലോ, അങ്ങനെയുള്ള വഴികളുണ്ട്. അപ്പോൾ ഇവർ ഓരോ വഴി കൂടെ നടന്ന് ഓരോ വീട്ടിലും കയറി വിശേഷങ്ങളൊക്കെ ചോദിച്ച് കഥകളൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു പോവുക. ഇന്ന് അങ്ങനെയുള്ള ആ സംസ്കാരമേ പോയി. കാരണം എല്ലാവർക്കും വീട്, വേലി, മതില് എല്ലാം ചുറ്റപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ ഇവരും ബന്ധമില്ല. അപ്പോൾ അവരവരെ വീട്ടിൽ. എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ മതില് കെട്ടുക എന്നുള്ള സമ്പ്രദായത്തിനോട് ഭയങ്കര വെറുപ്പാണ്. ഒരിക്കലും അമേരിക്കയിലുള്ള എൻ്റെ ഒരു സുഹൃത്ത്, ഞാൻ ഊന്നി പറയണം, അമേരിക്കയിലുള്ള എൻ്റെ സുഹൃത്ത് എനിക്ക് അവിടുത്തെ വീടുകളുടെ വീഡിയോസ് എനിക്ക് അയച്ചു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. റോഡ് സൈഡിലുള്ള പല വീടുകൾക്കും പല വീടുകളും ഒരു വീടിന് ചുറ്റുമതിലില്ല, അതിങ്ങനെ തുറന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ നമുക്കാണെന്നുണ്ടെങ്കിലോ, നമ്മൾ നായ കയറും എന്നുള്ള കാരണത്താലാണ് മതിൽ വേണമെന്ന് പറയുന്നത്. നായ കയറാതിരിക്കാനാണ് വേലി കെട്ടിയാൽ പോരെ? അത്രയും കല്ലുകൾ നമുക്ക് അവിടെ അടുത്തവനക്ക് കൊടുത്തൂടെ? പക്ഷെ അതാരും ശരി. എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഞാനും എൻ്റെ കുടുംബവും സുരക്ഷിതമായിരിക്കുക എന്നുള്ളതാണ്. ചുരുങ്ങിയ അതിൻ്റെ മറ്റൊരു പ്രശ്നം, ഞാൻ എൻ്റെ ഒഴിവ് സമയത്തൊക്കെ ഞാൻ എൻ്റെ കുട്ടികളെയും കൂട്ടി നമ്മളിപ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് ആ പാലത്തിൻ്റെ മുകളിലൊക്കെ വരും. അപ്പോൾ ഞാൻ കണ്ട പുഴ, ഞാൻ കണ്ട കടൽ എൻ്റെ കുട്ടികൾക്കും എൻ്റെ കുട്ടികളുടെ കുട്ടികൾക്കും കാണാനുള്ള അവകാശമുണ്ട്. നാളെ അവർ ചോദിക്കും, നിങ്ങൾ പറഞ്ഞ പുഴ എവിടെയെന്ന് ചോദിച്ചാൽ നമുക്ക് ചൂണ്ടിക്കാണിക്കൊരു പുഴ വേണ്ടേ? അപ്പോൾ നമുക്കത് ചൂഷണം ചെയ്യാതെ നമുക്ക് അടുത്ത തലമുറ കൊടുക്കാനുള്ള ബാധ്യത നമുക്കില്ലേ? അതൊക്കെയാണ് ഞാൻ എൻ്റെ കഥകളോട് പറയാൻ ശ്രമിക്കുന്നത്. ഈ രംഗത്ത് ഇപ്പോൾ ഒട്ടേറെ കഥകളും പിന്നെ പ്രസിദ്ധീകരണങ്ങൾ, അംഗീകാരങ്ങൾ എന്തെങ്കിലും കിട്ടിയിരുന്നോ? അവാർഡുകൾ എന്തെങ്കിലും? അംഗീകാരങ്ങൾക്ക് വേണ്ടി കഥ എഴുതുന്ന ഒരാളായിട്ട് എനിക്ക് സ്വയം തോന്നിയിട്ടില്ല. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ചോദ്യം എനിക്ക് മനസ്സിലായി. പക്ഷെ വളരെ ചുരുക്കം ചില സ്ഥലങ്ങളിൽ നിന്ന് ചില അംഗീകാരങ്ങളെ തേടി എത്തിയിട്ടുണ്ട്. അതെനിക്ക് അത്ര വലുതോ എന്നാൽ തീരെ ചെറുതല്ലാത്ത സന്തോഷം നൽകിയിട്ടുണ്ട്. ഇപ്പം എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്നത് എൻ്റെ സിനിമ അണിഞ്ഞവൾ എന്നുള്ള കഥയ്ക്ക് ആദ്യത്തെ UA ഖാദർ പുരസ്കാരം കിട്ടി. അതെനിക്കും എൻ്റെ സുഹൃത്ത് ആദർശ് VGക്കുമാണ് കിട്ടിയത്. അയാളുടെ വെള്ളോട്ട് പാവകൾ എന്നുള്ള കഥയും എൻ്റെ സിനിമ അണിഞ്ഞവൾ എന്നുള്ള കഥയ്ക്കാണ് അത് കിട്ടിയത്. അങ്ങനെയാണ് എനിക്ക് ആദ്യത്തെ ഒരു പുരസ്കാരം കിട്ടുന്നത്. പിന്നീട് ഞാൻ കുട്ടികൾക്ക് വേണ്ടി എഴുതിയ ആദ്യത്തെ നോവൽ കടപ്പുറത്തെ കാവോതി, ആ നോവലിന് കഴിഞ്ഞ വർഷത്തെ നന്ദനാർ പുരസ്കാരം കിട്ടി. അതും വലിയൊരു സന്തോഷം തന്നെ. പിന്നെ ഇതുവരെ പുറത്തിറങ്ങുന്നത് നേരത്തെ പറഞ്ഞ എൻ്റെ ഫ്രഞ്ച് ചാപ്പയിലെ വ്യാധിക്കാലം എന്നുള്ള ആദ്യത്തെ നോവലിന് പ്രതിച്ഛായ അവാർഡ് കിട്ടിയത്. അങ്ങനെയുള്ള പിന്നെ ഈ കഴിഞ്ഞ മുസ്ലിം യൂത്ത് ലീഗ് മലപ്പുറത്ത് നടത്തിയ മാ ലിറ്ററേച്ചർ ഫെസ്റ്റിനോടനുബന്ധിച്ച് അവർ ഒരു അവാർഡ് ഉണ്ടായിരുന്നു. അത് ചെറുകഥയ്ക്കുള്ള മാ ലിറ്റററി അവാർഡ് എനിക്കാണ് കിട്ടിയത്. അത് പ്രഖ്യാപനം നടന്നിട്ടുണ്ട്, അവാർഡ് ഇതുവരെ കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള ഞാൻ ഭയങ്കര തൃപ്തനാണ് അതിലൊക്കെ. പുതുതായി ഇറങ്ങുന്ന സൃഷ്ടി നോവലാണ് പണിപ്പുര ഉള്ളത്, തയ്യാറായി. പണിപ്പുരയിലുള്ള നോവല്, പിന്നീട് മറ്റെന്തെങ്കിലും കഥകൾ, ഒരു കഥാസമാഹാരം സാഹിത്യപ്രവർത്തക സഹകരണ സംഘത്തിൽ നിന്ന് വരാനുണ്ട്. അവർ മെയ് മാസത്തിലാണ് വരിക എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒന്ന് ചിന്തയിലുണ്ട്, ഒരു കഥാസമാഹാര ചിന്ത പബ്ലിക്കേഷൻസിലുണ്ട്. പിന്നെ ബുക്ക് പ്ലസിൽ നിന്നൊരു കഥാസമാഹാരം. അങ്ങനെ 3 കഥാസമാഹാരം ഇപ്പോൾ നിലവിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പിന്നെ മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ നിന്നാണ് സുഭാഷ് വരുന്നത്. മത്സ്യത്തൊഴിലാളികളുടെ ജീവിതവും അവരുടെ സാഹചര്യങ്ങളൊക്കെ കഥയിൽ പ്രതിപാദിച്ചിട്ടില്ലേ? ഒട്ടേറെ കഥകളിൽ ഉണ്ടല്ലോ.
എങ്ങനെയായിരുന്നു അതൊക്കെ അതിൻ്റെ? മത്സ്യത്തൊഴിലാളികളുടെ യഥാർത്ഥ ജീവിതം എനിക്കിന്ന് വരെ ഒരു കഥയിൽ ആവിഷ്കരിക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മളൊക്കെ സങ്കല്പിക്കുന്നതിലും അപ്പുറത്താണ് അവരുടെ ജീവിതം. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇവർ പുലർച്ചയ്ക്കൊക്കെയാണ് കടലിലേക്ക് ഇറങ്ങി പോവുക. അപ്പോൾ ഇവരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആദ്യമൊക്കെ, ഇപ്പോഴാണ് ബസ്സൊക്കെ ആയത്, അപ്പോൾ ഇവർ പൊന്നാനിയിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും ഇവരുടെ വള്ളം. അപ്പോൾ അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ വണ്ടി വേണം. അപ്പോൾ ആദ്യമൊക്കെ തുറന്ന വാനിലൊക്കെ ആയിരുന്നു പോയിരുന്നത്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇവർ പെരുമഴ കൊണ്ടിട്ട് പുലർച്ചയ്ക്കൊക്കെ ഈ വണ്ടീൻ്റെ ബാക്കിൽ ഇങ്ങനെ കുത്തി നിറഞ്ഞ് നിൽക്കണം. എന്നിട്ട് അത്രയും കഷ്ടപ്പെട്ട് ഇവർ കടലിൽ പോയി 50,000 1 ലക്ഷം രൂപൻ്റെ ഒക്കെ എണ്ണൊക്കെ ചിലവാക്കി കടൽ മുഴുവൻ തിരഞ്ഞാലും ഒരു മീൻ പോലും കിട്ടാതെ തിരിച്ച് വരുന്ന സാഹചര്യങ്ങൾ ഒരുപാടുണ്ട്. തിരിച്ചു വരും. പിന്നെ പല ആളുകളും കടലിൽ പോയിട്ട് ഇതുവരെ തിരിച്ച് വന്നിട്ടുമില്ല. കടലിൽ പോയിട്ടുണ്ട്, വർഷാവർഷം 1 or 2 ആളുകളൊക്കെ കടലിൽ പോയിട്ടുണ്ട്. അവർ പലരും തിരിച്ച് കിട്ടിയിട്ടുണ്ട്, ചിലരൊന്നും തിരിച്ച് കിട്ടിയിട്ടില്ല. അപ്പോൾ കടലിൽ പോയിട്ട് തിരിച്ച് കിട്ടാത്ത ആളുകൾക്ക് ചെകിളപ്പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ അവർ എപ്പോഴും കടലിൻ്റെ അടിയിലുണ്ടാവും, എന്തെങ്കിലും ഒരു ദിവസം വെള്ളത്തിൻ്റെ മുകളിലേക്ക് പൊന്തി വരുമെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അതേപോലെ തന്നെ കടപ്പുറത്തെ പെണ്ണുങ്ങളുടെ ജീവിതം, അത് നമുക്ക് എങ്ങനെ പകർത്തി വെക്കാൻ പറ്റുമെന്നുള്ള ഒരു ആശങ്കയിലാണ് ഞാൻ. കാരണം ഇവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ പെണ്ണുങ്ങൾക്ക് പണിയാണ്. വീട്ടിലത്തെ പണി, കുട്ടികളെ നോക്കണം, അലക്കണം. പിന്നെ ഈ വേനലായി കഴിഞ്ഞാൽ ഉപ്പുവെള്ളം വരും, അപ്പോൾ അലക്കലും കുടിക്കലും ഒക്കെ കുളിക്കലൊക്കെ വലിയ പാടാണ്. അങ്ങനെ ഇവൾ വീട്ടിലത്തെ ഒരുവിധ പണികളൊക്കെ കഴിച്ച് വൃത്തിയാക്കി ഇരിക്കുമ്പോഴായിരിക്കും ഏകദേശം ഒരു രാത്രി 9-10 മണിയൊക്കെ ഇവളൊന്ന് കിടക്കാൻ നേരത്തായിരിക്കും പുലർകാല കടലിൽ പോയ അരയന് മീനും കൊണ്ട് കയറി വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഇവൾ അത്യാവശ്യം നല്ല ഉറക്കത്തിലേക്കായിരിക്കും ഇവൾ വീണ് പോയിട്ടുണ്ടാവുക. ഇവൾ അവിടെ നിന്ന് നീച്ചി വന്നിട്ട് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ഭർത്താവ് കൊണ്ടുവന്ന ആ മീൻ വെട്ടി കഴുകി അയാൾ കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും നല്ല കറി വെച്ച് ഇയാളെ കാത്തിരിക്കുന്നുണ്ടാവും. ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് ഈ പെണ്ണുങ്ങളെ പറ്റി ആലോചിച്ചിട്ട്. പിന്നെ സംഭവത്തോളം ഇവരാണ് യഥാർത്ഥ വണ്ടർ വുമൻസ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എൻ്റെ പുതിയ കഥാസമാഹാരം സമർപ്പിക്കുന്നത് ഇവർക്കാണ്. ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ വീട്ടിൽ നിന്ന് കഴിച്ച അത്ര തന്നെ ഭക്ഷണം ഈ ഇത്താത്തമാർ എനിക്ക് വിളമ്പി തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ചിന്തകൾക്കും എൻ്റെ ഭാവനയ്ക്കും അവർ കൂടി അവകാശികളാണ്. കാരണം അവർ വിളമ്പി തന്ന ഭക്ഷണമാണല്ലോ എൻ്റെ ചിന്തകൾക്കും ഭാവനയ്ക്കും പോഷകങ്ങളായിട്ടുണ്ടാവുക. അപ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്, അപ്പോൾ നമ്മൾ സ്നേഹത്തോടെ നിൽക്കുമ്പോൾ ഈ പെണ്ണുങ്ങൾ ശാന്തസമുദ്രങ്ങളാണ്. ആത്മാഭിമാനത്തിന് മുറിവേറ്റാൽ ഇവർ ചെങ്കടലായി മാറും. അപ്പോൾ എൻ്റെ പുതിയ കഥാസമാഹാരം ഞാൻ ഈ വണ്ടർ വുമൻസിനാണ് സമർപ്പിക്കുന്നത്. എനിക്ക് അവരോട് അതെങ്കിലും ചെയ്യാനുള്ള ബാധ്യത ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. വിഷുദിനത്തിലാണ് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത്. ഈ വിഷുക്കാലത്ത് ഇപ്പോൾ പക്ഷികളെക്കുറിച്ചും മറ്റ് പ്രകൃതിയിലെ കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ സുഭാഷിന് ഒരുപാട് കാഴ്ചപ്പാടുകളുണ്ട്. വിഷുക്കാലത്ത് പ്രകൃതിയിൽ വന്ന മാറ്റങ്ങൾ എങ്ങനെ കാണും? ഈ വിഷുക്കാലത്ത് പഴയ വിഷുക്കാലത്തെ കാര്യങ്ങളും ഇപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ എങ്ങനെയാണ് നോക്കിയത്? വിഷുക്കാലത്ത് ഈ പ്രകൃതിയിൽ വന്ന മാറ്റം പെട്ടെന്ന് അറിയണമെന്നുണ്ട്. എൻ്റെ വീടിൻ്റെ മുമ്പിൽ അടുത്തുള്ളൊരു വീട്ടിൽ ഒരു കണിക്കൊന്നുണ്ട്, മരം. സാധാരണ വിഷുക്കാലാവുമ്പോൾ അത് വളരെ കൃത്യമായിട്ട് പൂക്കും. പക്ഷെ ഇപ്പോൾ വിഷു വരുന്നതിൻ്റെ മുമ്പ് തന്നെ പൂക്കും. നമുക്ക് വിഷുവിനെ കണിക്കൊന്ന പോകുമ്പോൾ അതൊക്കെ കൂടി വെള്ള കളറായിട്ടുണ്ടാവും. അപ്പോൾ മാറ്റങ്ങൾ തീർച്ചയായിട്ടും, അത് ഏറ്റവും ചെറിയ ഉദാഹരണത്തിൽ നിന്നാണ് ഞാൻ തുടങ്ങി വെച്ചത്. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കണ്ട ഗ്രാമമല്ല ഇപ്പോൾ. എനിക്ക് തോന്നുന്നത് ഏറ്റവും സുന്ദരമായ ഗ്രാമങ്ങളൊന്ന് ആയിരുന്നു അന്ന് ആ കാലത്ത്. എൻ്റെ ഗ്രാമത്തിൽ ധാരാളം പക്ഷികളുണ്ടായിരുന്നു. അതിൽ പല പക്ഷികളെ ഇന്ന് കാണാനില്ല. ഉദാഹരണത്തിന് വരമ്പത്തയ്യൻ എന്ന് പ്രാദേശികമായിട്ട് പറയുന്ന ചെങ്കണ്ണി തിത്തിരി എന്നുള്ളൊരു പക്ഷി ഇന്ന് നാട്ടിൽ കണി കാണാൻ പോലും കിട്ടാനില്ല. അന്ന് എൻ്റെ ബാല്യത്തിനെ സമ്പന്നമാക്കിയിരുന്ന പക്ഷികളിൽ ഒന്ന് ഈ വരമ്പത്തയ്യനായിരുന്നു. അപ്പം ഞാനിപ്പോൾ ഈ അടുത്ത് മുതിർന്ന കുറച്ച് ആളുകളോട് ചോദിക്കുമ്പോഴാണ് വളരെ വർഷങ്ങൾക്ക് ശേഷം അവർ ഈ പക്ഷിനെ പറ്റി ആലോചിക്കുന്നത് തന്നെ. പക്ഷെ ഞാൻ സദാസമയം ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കാനായതുകൊണ്ട് ഇവിടുന്ന് നഷ്ടപ്പെട്ടു പോയ പക്ഷികൾ, ചെടികൾ, കൂമുള്ള് എന്ന് പറഞ്ഞ ഒരു ചെടി ഉണ്ടായിരുന്നു. ആ കൂമുള്ളിനെ പറ്റി ഇപ്പോൾ പറയുമ്പോൾ, മുതിർന്നവരോട് പറയുമ്പോൾ തന്നെ അവർക്ക് തന്നെ 4-5 അഭിപ്രായങ്ങളാണ്. കാരണം അവരുടെ മനസ്സിൽ നിന്ന് അത് പോയി. അപ്പോൾ ആ ചെടീൻ്റെ ഒരു പ്രത്യേകത, അതിൻ്റെ ഇലകൾ പോലും മുള്ളുകൾ പോലെയാണ്, കൂർത്ത് നിൽക്കും. അപ്പോൾ അതിൻ്റെ വിത്ത്
പന്ത് പോലൊരുണ്ട്, അതിൽ കുറേ ഈർക്കിൽ കുത്തി വെച്ചാൽ അങ്ങനെ ആയിരിക്കും. അത് ഉണങ്ങിക്കഴിഞ്ഞാൽ കാറ്റത്ത് ഇങ്ങനെ പാറി വരും. പണ്ട് ഇവിടെ ഈ ഗ്രാമത്തിൽ ആദ്യമായിട്ട് എൻ്റെ പൂർവീകർ കുടിയേറിയിരുന്ന കാലത്ത് അന്ന് ഇതേപോലെ മരങ്ങളൊന്നും ഇല്ല എന്ന് അവർ പറഞ്ഞു. കത്തിക്കാൻ വിറകുണ്ടാവില്ലല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ ഈ കൂമുള്ള് പെറുക്കാൻ പോകും. കൂമുള്ളാണല്ലോ കത്തിക്കൽ. അപ്പോൾ ഇത് കാറ്റത്ത് ഇങ്ങനെ പാറി വരുന്നത് കാണാൻ ഭയങ്കര രസമാണ്. ഞങ്ങൾ കുട്ടിക്കാലത്ത് ഓരോരുത്തരും ഓരോ കൂമുള്ളിൻ്റെ വിത്ത് ഇങ്ങനെ കൈ പിടിച്ചിരിക്കും. എന്നിട്ട് കടപ്പുറത്ത് അറ്റത്ത് പോയി നിന്നിട്ട് ഈ ഓട്ട മത്സരം പോലെ റെഡി 1 2 3 എന്ന് പറയുമ്പോൾ അവനവൻ്റെ കൂമുള്ള് അവനെ നിലത്ത് വെക്കണം. അപ്പോൾ കാറ്റത്ത് ഇങ്ങനെ പാറിപ്പോവും. ആരുടെ കൂമുള്ളാണ് ആദ്യം കിഴക്കേ വേലി തൊടുന്നത് അവർ വിജയി. പക്ഷെ ഇന്ന് എൻ്റെ കൂടെ കളിച്ച് വളർന്ന പല ആളുകൾക്ക് പോലും കൂമുള്ളിനെ പറ്റി ഓർമ്മ പോലും ഇല്ല. അപ്പോൾ ഇങ്ങനെ കുറേ നമ്മളെപ്പോലും അറിയാതെ കുറേ മാറ്റങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ വിഷുക്കാലം എന്ന് പറയുമ്പോൾ മറ്റ് ഓണം പെരുന്നാൾ പോലെ അങ്ങനെയുള്ള ആണ്ടർതികൾ പോലെ അത്ര വർണ്ണാഭമായിട്ടുള്ള ഒരു ആണ്ടർതി അല്ല നമ്മുടെ ഗ്രാമത്തിൽ വിഷു. പക്ഷേ എന്നിട്ടും എനിക്ക് ഏറ്റവും ഇഷ്ടം വിഷുവിനോടാണ്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ, ഒന്ന് എല്ലാ കുട്ടികളെയും പോലെ പടക്കം പൊട്ടിക്കുക, പൊത്തിരി കത്തിക്കുക എന്നുള്ള ആ ഒരു സംഗതി ഉണ്ട്. അതിന് പുറമെ നിഗൂഢമായിട്ട് എനിക്കുള്ള ഒരു കാത്തിരിപ്പുണ്ട്. അതൊരു പക്ഷിക്ക് വേണ്ടിയിട്ടാണ്. പക്ഷിൻ്റെ പേര് കേട്ടാൽ എല്ലാവർക്കും പരിചയം ഉണ്ടാവും. വിഷു പക്ഷി എന്നാ പേര്. ഉത്തരായണക്കിളി, കതിരുകാണാക്കിളി, ചക്കയ്ക്കുപ്പുണ്ടോക്കുയിൽ എന്നൊക്കെ പര്യായങ്ങളുള്ള ആ കിളിൻ്റെ ഓരോ പേര് കേൾക്കുമ്പോഴും എനിക്ക് മനോഹരമായ വേനൽക്കാലത്തിൻ്റെ ഓർമ്മയാണ് വരിക ആ പക്ഷീൻ്റെ പേര് കേൾക്കുമ്പോൾ. പക്ഷെ ഞാൻ ഇതേവരെ ആ പക്ഷീനെ എൻ്റെ ഗ്രാമത്തിൽ എൻ്റെ ഗ്രാമത്തിൽ നിന്നല്ല എവിടെയും കണ്ടിട്ടില്ല. അപ്പോൾ സാധാരണ നാട്ടിൻപുറത്ത് വരുന്ന എല്ലാ പക്ഷികളും എൻ്റെ ഗ്രാമത്തിലുണ്ട്. പക്ഷേ ഈ വിഷുപ്പക്ഷീനെ മാത്രം ഞാൻ ഇതേവരെ ഈ ഒട്ടുംപുറത്ത് കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ സാധാരണ വിഷുക്കാലം ആകുമ്പോഴാണല്ലോ ഇവരുടെ കരച്ചിൽ കേൾക്കുക. അപ്പോൾ ഞാൻ ഓരോ വിഷുക്കാലത്തും ഇങ്ങനെ കാത്തിരിക്കും, ഈ വർഷമെങ്കിലും ഇതിൻ്റെ കരച്ചിൽ കാണാൻ പറ്റുന്നു. എത്രയോ വിഷുക്കാലം കഴിഞ്ഞു പോയി, ഇതേവരെ കണ്ടിട്ടില്ല. ഇപ്പോഴും ഞാൻ കാത്തിരിക്കുന്നത് അതിൻ്റെ ശബ്ദം അറ്റ്ലീസ്റ്റ് അതിൻ്റെ ശബ്ദമെങ്കിലും കേട്ടാൽ മതിയല്ലോ എന്നുള്ള ആലോചനയിലാണ്. വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പുഴയ്ക്കായാലും കടലിനായാലും നമ്മുടെ മൊത്തത്തിൽ ഗ്രാമത്തിനായാലും എല്ലാം ഭയങ്കര മാറ്റം. വിഷുക്കാലം എപ്പോഴെങ്കിലും പിന്നെ കഥയിൽ പ്രതിപാദിച്ചിട്ടുണ്ട് വിഷുക്കാലത്തെ കുറിച്ചിട്ട്? പല സാഹിത്യകാരന്മാരും കവിതകളും കഥകളൊക്കെ വിഷുവിനെ കുറിച്ച് വന്നിട്ടുണ്ട്. പക്ഷെ സുഭാഷിന്റെ ഏതെങ്കിലും കഥയിലോ അല്ലെങ്കിൽ വിഷു, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഏറ്റവും ഇഷ്ടപ്പെട്ട ആണ്ടർതി ആണെങ്കിലും എൻ്റെ കഥകൾ അധികം പരാമർശിക്കപ്പെടാതെ പോയത് വിഷുവിനെ പറ്റിയിട്ട്, നേരത്തെ പുഴനെ കൊണ്ട് പറഞ്ഞ പോലെ. പക്ഷെ പ്രവചകന്റെ ആണ്ടർതികൾ എന്ന് പറഞ്ഞ ഒരു കഥയിൽ വിഷുവിനെ പറ്റി, ഓണത്തിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ ആ കഥയിൽ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും അല്ലെങ്കിൽ ബന്ധുക്കളിൽ ആരെങ്കിലും ഒരാൾ മരിച്ചാൽ ആ വർഷം നമുക്ക് ഓണം വിഷു ഉണ്ടാവില്ല. അവർക്ക് ആദരപൂർവ്വം അല്ലെ ദുഃഖാചരണം, ഒരു വർഷം ദുഃഖാചരണം. അപ്പോൾ സ്വന്തം ദാരിദ്ര്യം മറച്ചു വെക്കാൻ ഒരു അച്ഛൻ മകനോട് പറയാണ്, ഓരോ ആണ്ടർതി വരുമ്പോഴും ഇന്ന് ഉള്ളണത്തെ ചാത്തുമുത്തപ്പായി മരിച്ച് അടുത്ത കൊല്ലത്ത് ഓണം നമുക്ക് ആഘോഷിക്കാൻ പറ്റില്ല. അപ്പോൾ ഓണം ആഘോഷിക്കാൻ പറ്റില്ല, വിഷുവും പോയി. അപ്പോൾ ഈ കുട്ടി ആഹ്ലാദത്തോട് കാത്തിരിക്കുന്നത് ഒരു അടുത്ത വിഷു ഓണം ആഘോഷിക്കാൻ. അപ്പോഴാണ് അച്ഛൻ പറയണത് ഇന്നെ ബന്ധു പോയി, പിന്നെ പിറ്റത്തെ വർഷം അതൊക്കെ മാറി ഓണമൊക്കെ ആഘോഷിക്കാമെന്ന് കുട്ടി വിചാരിക്കുമ്പോൾ വേറെ എവിടെയെങ്കിലുള്ള ഒരു അമ്മായി മരിച്ചെന്ന് പറയും. അങ്ങനെ ഓർമ്മയിൽ ഈ കുട്ടിയുടെ കുറേ നല്ല ആണ്ടർതികൾ ഈ ബന്ധുക്കളുടെ മരണം മൂലെടുത്തു പോയി. അപ്പോൾ വളരെ വർഷങ്ങൾക്ക് ശേഷം അച്ഛൻ്റെ ഒക്കെ മരണം കഴിഞ്ഞിട്ട് അച്ഛൻ്റെ പുസ്തകങ്ങൾക്കിടയിൽ നിന്ന് ഇവനക്കൊരു കുറിപ്പ് കിട്ടുകയാണ്. അപ്പോൾ ആ കുറിപ്പിൽ പറയുന്നുണ്ട്, ഇല്ലാത്ത കുറേ മരണങ്ങളുടെ പേരിൽ എൻ്റെ ആണ്ടർതികൾ ഞാൻ കുറേ എടുത്തിട്ടുണ്ട്. അപ്പോഴാണ് ആ കുട്ടി മനസ്സിലാക്കുന്നത് അതൊക്കെ നോണായിരുന്നെന്ന്, ദാരിദ്ര്യം മറയ്ക്കാനുള്ള നോണായിരുന്നെന്ന് മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെ ആണ്ടർതികളെ പറ്റിയുള്ള വിഷു ഓണത്തിനെ പറ്റിയിട്ട് അങ്ങനെ ചില പരാമർശങ്ങളുള്ള കഥ അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരു കഥാസമാഹാരത്തിൽ ഇതുവരെ വന്നിട്ടില്ല. സുഭാഷ് ഈ രംഗത്ത് സജീവമായതോട് കൂടിയിട്ട് ഒരുപാട് സാഹിത്യകാരന്മാരുമായിട്ട് വലിയ ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അങ്ങനെ പ്രഗത്ഭരായ സാഹിത്യകാരുമായിട്ട് വലിയ എത്ര ബന്ധങ്ങൾ, എങ്ങനെ അടുത്ത് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ? ഒന്ന്, എഴുത്തുകാരുമായിട്ട് ബന്ധം സ്ഥാപിക്കുക എന്നെ സംബന്ധിച്ചിടത്തോളം അതിന് ഞാൻ കുറച്ച് പിന്നിലാണ്. ഇപ്പോൾ പല മിക്കവാറും മലയാളത്തിലുള്ള പ്രമുഖരായിട്ടുള്ള എഴുത്തുകാരൊക്കെ വായിക്കാറുണ്ടെങ്കിലും ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല. നമുക്കൊരു എഴുത്തുകാരനായിട്ട് കോൺടാക്ട് ചെയ്യാൻ വളരെ ഈസിയാണ്. പണ്ടൊക്കെ അവരുടെ വിലാസം കിട്ടണം, ഫോൺ നമ്പർ കിട്ടണം. ഇന്ന് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ് ധാരാളം സാധ്യതകളുണ്ട്. എന്നിട്ട് പോലും അത് ഉപയോഗിക്കാൻ അവരെ അങ്ങനെ
അവരോടൊരു പരിചയപ്പെടാൻ കുറച്ച് മടിയുള്ള ഒരാളായിട്ടാണ് ഞാൻ എന്നെ സ്വയം കരുതുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ അവരുടെ പുസ്തകങ്ങൾ വായിക്കുന്നു, ഞാൻ അവരുടെ പുസ്തകങ്ങൾ ഇഷ്ടപ്പെടുന്നു, ഒരുപക്ഷെ ആ എഴുത്തുകാരെ ഇഷ്ടപ്പെടുന്നു. അതിലേക്ക് അപ്പുറത്തേക്ക് അത് കൊണ്ടുപോകണ്ട, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലുള്ള ചില നാണോ ലജ്ജ അല്ലെങ്കിൽ എന്തെങ്കിലും അപകർഷാബോധമോ ഒക്കെ ആയിരിക്കും അതിനെ പ്രവർത്തിക്കുന്നത്. പക്ഷേ ചില ഭാഗ്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഒരേ കടലിലെ കപ്പലുകൾ എന്ന എൻ്റെ കഥ ഗ്രന്ഥാലോക മാസികയിൽ അച്ചടിച്ച് വന്നു. അത് വായിച്ചിട്ട് എന്നെ എം മുകുന്ദൻ സാറ് വിളിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായി തോന്നി. അതുപോലെ തന്നെ ഭൂഗോളത്തിലെ പെൺകുട്ടി എന്ന കഥ വായിച്ചിട്ടാണ് മലയാളത്തിലെ മുതിർന്ന എഴുത്തുകാരിൽ ഒരാളായ PJJ ആൻ്റണി സാർ എന്നെ വിളിക്കുന്നത്. PJJ ആൻ്റണി സാർ എന്നെ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തു. അതിന് ശേഷം ചന്ദ്രിക ആഴ്ച പതിപ്പിൽ വന്ന പഞ്ഞിമിഠായിക്കാരെന്നുള്ള കഥ വായിച്ചിട്ട് അദ്ദേഹം വീണ്ടും വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത്, സുഭാഷേ, നീ ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി, നിനക്ക് നല്ല ഭാവനയുണ്ട്, നിന്നിൽ എനിക്ക് ഭയങ്കര പ്രതീക്ഷ ഉണ്ട്. അത് മാത്രമല്ല, അദ്ദേഹം പിന്നീട് ആലപ്പുഴക്കാരനാണ്. ആ ഭാഗത്ത് എന്തൊക്കെ പരിപാടി ഉണ്ട് അവിടെയൊക്കെ പോയിട്ട് പഞ്ഞിമിഠായിക്കാരനെ പറ്റിയിട്ട് എൻ്റെ കഥനെ പറ്റിയിട്ട് പലരോടും പറയുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർ വിളിക്കുമ്പോൾ എന്നോട് പറയണത് PJJ ആൻ്റണി സാറ് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ആ കഥ വായിക്കുന്നത്. അപ്പോൾ ഞാൻ ഭയങ്കര അത്ഭുതപ്പെട്ടു. ഈ മനുഷ്യന് എത്രത്തോളം ഈ കഥനെ സ്നേഹിക്കുന്നു. അവിടെ കൊണ്ട് തീർന്നിട്ടില്ല. അദ്ദേഹം ലോക ചെറുകഥാ ദിനത്തിൻ്റെ അന്നാണെന്ന് തോന്നുന്നുണ്ട് FBയിലൊരു ചെറിയൊരു 2 വരി കുറിപ്പിട്ട്, ഈ ദിവസത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത് ആൻറ്റൺ ചെക്കോവിൻ്റെ മിസറി എന്ന കഥയും പിന്നെ കാരൂരിൻ്റെ പൊതിച്ചോറ് അങ്ങനെ എന്തൊരു കഥയുടെ പേര് പറഞ്ഞു ആ കഥയും സുഭാഷ് ഒട്ടുംപുറത്തിൻ്റെ പഞ്ഞിമിഠായിക്കാരനാണ്. അപ്പോൾ മറ്റ് 2 ഗംഭീര കഥകളോടൊപ്പം എൻ്റെ കഥ ചേർത്ത് വെച്ചപ്പോൾ ഞാൻ ആകെ കിടുങ്ങിപ്പോയി. അപ്പോൾ അദ്ദേഹം അതിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത്. അത് മാത്രമല്ല, പിന്നീട് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ അദ്ദേഹത്തിൻ്റെ ഒരു കഥ വന്നപ്പോൾ ആ കഥയിൽ അദ്ദേഹം സുഭാഷ് ഒട്ടുംപുറത്തിൻ്റെ പഞ്ഞിമിഠായിക്കാരനെ പോലെ എന്നൊരു പരാമർശം കൂടി ആ കഥയിൽ കൊടുത്തിട്ടുണ്ട്. അത് എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വളരെ അവിചാരിതമായിട്ട് എഴുത്തിലേക്ക് വന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് ഇവിടുന്ന് കിട്ടുന്നതൊക്കെ ഭാഗ്യമായിട്ടും അല്ലെങ്കിൽ എൻ്റെ കഴിവിനേക്കാൾ ഉപരി ഭാഗ്യമായിട്ടും പിന്നെ ആ നേരം ഞാൻ അതിൽ വിശ്വസിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് PJJ ആൻ്റണി സാറ്, പിന്നെ അതേപോലെ ജോർജ് ജോസഫ് K സാറ് എൻ്റെ ഉന്നതിയുടെ സാമൂഹിക അന്തർവ്യാപനങ്ങൾ എന്നുള്ള കഥ വായിച്ചിട്ട്, അതുപോലെ സിനിമാ നടൻ മധുബാൽ സിനിമയണിഞ്ഞവൾ എന്നുള്ള കഥ വായിച്ചിട്ട് എന്നെ വിളിച്ച് സംസാരിച്ചത്. അങ്ങനെ എഴുത്തുകാരുമായിട്ട് കുഴപ്പമില്ലാത്തൊരു ബന്ധമുണ്ട്. എന്നാൽ അവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്ക് നമ്മൾ പോയിട്ടില്ല. അതൊക്കെ വലിയൊരു ഇതായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഈ വിഷുദിനത്തിൽ വിഷു ഓർമ്മകൾ എങ്ങനെയൊക്കെയാണ്? കാരണം കുട്ടിക്കാലത്തെ വിഷു ആഘോഷം സുഭാഷിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ കഥയിലെ പോലെ തന്നെയായിരുന്നു നമ്മുടെ മിക്കവാറും അവസ്ഥ. ആണ്ടൃതികളൊക്കെ നമുക്ക് അങ്ങനെ കൃത്യമായിട്ട് ആഘോഷിക്കാനൊന്നും പറ്റിയിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ മാമൻ മരിച്ച്. അപ്പോൾ ഈ വർഷത്തെ എൻ്റെ വിഷു, അടുത്ത വർഷത്തെ ഓണമൊക്കെ ഏകദേശം ആ ദുഃഖാചരണത്തിൽ അങ്ങോട്ട് പോകും. അപ്പോൾ അതേപോലെ കുട്ടിക്കാലത്ത് ഇതേപോലെ കുറേ ഓണം വിഷുവൊക്കെ നമുക്ക് അങ്ങനെ പോയി കിട്ടിയിട്ടുണ്ട്. ആഘോഷിക്കാൻ പറ്റണത് അത്യാവശ്യം നമ്മുടെ ചുരുങ്ങിയ ചിലവിൽ നിന്നിട്ട് നമ്മൾ ഭംഗിയായിട്ട് ആഘോഷിച്ച്, നമുക്ക് അന്നൊക്കെ അച്ഛന് ഒരു പാക്കറ്റ് പടക്കം വാങ്ങി തരും, പിന്നെ 1-2 പൂത്തിരി ഉണ്ടാവും, പിന്നെ 2 പാമ്പുളിക ഉണ്ടാവും. ഈ പാമ്പുളിക കത്തുമ്പോൾ ഞാൻ ചിരിച്ചു കുഴയും. കാരണം അതിങ്ങനെ കത്തി വരുമ്പോൾ ആ കറുത്ത പോകുന്നൊരു പാമ്പ് വരുമല്ലോ, അത് കാണുമ്പോഴേ എനിക്ക് ചിരി വരും. പിന്നെ അച്ഛൻ പിശുക്കി വാങ്ങി തരുന്ന പടക്കം പൂത്തിരിയൊക്കെ നമ്മൾ ഇടവേള ഇട്ടിട്ടാണ് ഞാൻ കത്തിച്ച് തീർക്കൽ. കാരണം തീർന്നാൽ പിന്നെ അയൽവക്കത്ത് ഒച്ച കേട്ടിരിക്കൽ നിർവാഹമുള്ളൂ, വേറൊരു രക്ഷയില്ല. പിന്നെ ഉച്ചക്ക് അത്ര ഗംഭീരമല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ലാത്ത ഒരു ഊണ്. ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അക്കൊല്ലത്തെ ഓണത്തിന് ഓണക്കോടി അല്ലെങ്കിൽ വിഷുക്കോടി കിട്ടും. അപ്പോൾ എനിക്കും അനിയനക്കും ഒക്കെ ഒരേ നിറത്തിലുള്ള ഷർട്ടും പാൻറ്റൊക്കെയാണ് കിട്ടുക, ചിലവ് ചുരുക്കലിൻ്റെ ഭാഗമായിട്ട്. പിന്നീട് ആഘോഷത്തിൻ്റെ രീതികളൊക്കെ കുറച്ചുകൂടി മുതിർന്നപ്പോൾ മാറിക്കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും എപ്പോഴും ആ പഴയ അത് എല്ലാവർക്കും ഉണ്ടാവും തോന്നുന്നുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ച് കൂടുതലാണ്. അപ്പോൾ ആ പഴയ കാലഘട്ടത്തിലേക്ക് ഒന്നുകൂടി തിരിച്ചു പോകാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴും തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. സുഭാഷിൻ്റെ കുടുംബം? എൻ്റെ ഭാര്യ മഞ്ജു, അവൾ ഹൗസ് വൈഫാണ്. പിന്നെ
എനിക്ക് 3 മക്കളാണ്. മൂത്ത മോള് സംഘമിത്ര, അവള് 5ാം ക്ലാസ്സിലാണ്. രണ്ടാമത്തെ മോള് കന്നി, മൂന്നാമത്തത് മോനാണ് താപസ്, അവനിപ്പോൾ 1 വയസ്സായിട്ടില്ല. എൻ്റെ മൂത്ത മോള് സംഘമിത്ര ഞാൻ എഴുതുന്നത് കണ്ടിട്ട് ചില സമയത്ത് ആള് നോട്ട്ബുക്കിലൊക്കെ എഴുതിയിട്ട്, അച്ഛാ ഞാനൊരു കഥ എഴുതിയിട്ടുണ്ട്, അപ്പം ഞാൻ നോക്കട്ടെ എന്ന് പറയും. അപ്പോൾ അത് വായിച്ചു നോക്കുമ്പോൾ ആളെ ഭാവനയിൽ എഴുതി വെച്ചതായിരിക്കും. അപ്പോൾ കുഴപ്പമില്ല, ആൾക്ക് ഭാവന ഉണ്ട്. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്ന കാര്യം, ഒരു കഥാകാരന് ആദ്യമായിട്ട് വേണ്ടത് നല്ല ഭാവന, ഭാവിക്കാനുള്ള കഴിവാണ്, ഭാവനയ്ക്കുള്ള കഴിവാണ്. പിന്നെ ജീവിതാനുഭവങ്ങൾ, പിന്നെ യാത്ര ചെയ്യണം, അതൊക്കെ കഥാകാരന് നല്ല ഗുണം ചെയ്യും. പക്ഷേ എനിക്ക് അങ്ങനെ തീവ്രമായ ജീവിതാനുഭവങ്ങളുള്ള ആളൊന്നുമല്ല ഞാൻ. ഈ ഗ്രാമത്തിൽ മറ്റെല്ലാവർക്കുള്ള പോലെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും തന്നെ എനിക്കുള്ളൂ. നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് പോലും ലോകത്തിൻ്റെ പല ഭാഗത്തും കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ്, യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്, ബലാത്സംഗം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളുണ്ട്. അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾക്ക് മുമ്പിൽ നമ്മുടെ പ്രശ്നങ്ങൾ ഒരു പ്രശ്നമേ അല്ല. ഞാൻ വന്നത് മോള് അത്യാവശ്യം ഇങ്ങനെ എഴുതി കാണിച്ചു തരുമ്പോൾ ഞാൻ അത് പ്രോത്സാഹിപ്പിക്കും. പിന്നെ ഈ കുട്ടി അത്യാവശ്യം നന്നായിട്ട് എഴുതാനൊക്കെ ആയപ്പോൾ ഇവളുടെ ഭാവന കുറേ കൂടി വർദ്ധിച്ചപ്പോൾ ഞാൻ നല്ല പുസ്തകങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കും, ഞാൻ തന്നെ ചിലപ്പോൾ കഥകൾ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഇവൾ എഴുതിയ ആദ്യത്തെ കഥ ഞാൻ ഒന്നുകൂടി അവളെ കൂടെ മാറ്റി എഴുതിപ്പിച്ച് അത് തത്തമ്മ മാസികയ്ക്ക് അയച്ചു കൊടുത്തു. അതിൻ്റെ എഡിറ്റർ നാരായണൻ കാവുമ്പായി മാഷോട് ഞാൻ പറഞ്ഞു, മാഷ മോളെ എഴുതിയതാണ്, അപ്പോൾ ഞാനൊരു എഴുത്തുകാരനായതുകൊണ്ട് നമ്മുടെ ഒരു ഇതിൽ വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവൾ എഴുതിയ അതേ സാധനത്തിന് ഞാൻ അയച്ചു കൊടുത്തു. അങ്ങനെ മകളെ ആദ്യമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നത് കാവുമ്പായി മാഷ. മോൾക്ക് വോയിസ് ഇട്ട് വാട്സാപ്പിൽ, മോളെ കഥ വായിച്ചു കൊള്ളാട്ടോ, മോൾ ഇനി എഴുതണം. ആ ഒരു പ്രോത്സാഹനത്തിന് അവൾ വീണ്ടും ചില സമയത്തൊക്കെ അവൾ എഴുതും. അങ്ങനെ ഒരു കഥ ദേശാഭിമാനി വാരികയിൽ വന്നിട്ടുണ്ട്. അത് കുട്ടികൾക്ക് വേണ്ടിയുള്ള പതിപ്പായിരുന്നു. ഒരു ചെറിയ കഥ, ഒരു ഫുൾ പേജ് ഇവൾക്ക് വേണ്ടിയിട്ട് തന്നെ ദേശാഭിമാനി മാറ്റി വെച്ചിരുന്നു. പിന്നെ ബാലഭൂമിയിൽ, തളിര് മാസികയിലൊക്കെ കഥകൾ എഴുതി വന്നിട്ടുണ്ട്. അത്യാവശ്യം വായിക്കും. എഴുത്തുകാരിയാവുന്നതിനേക്കാൾ അല്ലെങ്കിൽ എഴുത്തുകാരനാവുന്നതിനേക്കാൾ കൂടുതൽ വായിക്കണം എന്നാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. ഈ കുട്ടികൾക്കൊക്കെ ഓരോ മൂഡാണല്ലോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇങ്ങനെ പലരും പറയുന്നത് കേൾക്കാം, കുട്ടികളെ നമ്മൾ ഒന്നിനും നിർബന്ധിക്കരുത്. അല്ല, നമ്മൾ ചില കാര്യത്തിന് കുട്ടികളെ നിർബന്ധിക്കുക തന്നെ വേണം. ഇപ്പോൾ വായിക്കുന്ന കാര്യത്തിൽ നമ്മൾ കുട്ടികളെ നിർബന്ധിക്കുക തന്നെ വേണം. അങ്ങനെ തന്നെ ഇവിടെ വായന വരുള്ളൂ. അപ്പം നമ്മൾ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികളൊക്കെ ഇപ്പോൾ ഈ മൊബൈലിനെ ഭയങ്കരമായിട്ട് അഡിക്റ്റായി പോകണം. അതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന കണ്ടുകൊണ്ടാണ്. നമ്മളൊരു പുസ്തകം എടുത്ത് വായിക്കുമ്പോൾ കുട്ടികൾക്ക് തോന്നും ഇതെന്തോ സീരിയസ് ആയിട്ടുള്ള പരിപാടിയാണ്, നമുക്കൊന്ന് ചെയ്താൽ എന്താണെന്ന് തോന്നും. ഇപ്പം ഞാനും പുസ്തകം വായിക്കുന്നത് കൊണ്ട് ഇപ്പം എൻ്റെ മകള് വായിക്കുന്നുണ്ട്. രണ്ടാമത്തെ മകള് വായിക്കാൻ തുടങ്ങണുള്ളൂ. എൻ്റെ അനിയൻ്റെ 2 കുട്ടികൾ, അവർ ഏതെങ്കിലും പുസ്തകം എടുത്തിട്ട് വരും, എന്നിട്ടൊന്ന് വായിച്ചു തരുമെന്ന് നമ്മളോട് പറയും. അപ്പം അവർക്ക് അതിൻ്റെ കണ്ടന്റ് അറിയാനുള്ള ആകാംക്ഷ ഉണ്ട്. നമ്മൾ അങ്ങനെ ഒരു മാതൃക ഇവിടെ കാണിച്ചു വെച്ചുകൊണ്ടാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സുഭാഷ് ഒട്ടുംപുറം എന്നുള്ള കഥാകാരനെ പരിചയപ്പെടുത്തുക എന്നുകൂടി ഒരു ലക്ഷ്യം ഇതിലുണ്ട്. കാരണം താനൂർ പോലത്തെ ഒരു പ്രദേശത്ത് ഇത്രയും അധികം കഥകളും ചെറുകഥകളും ബാലസാഹിത്യങ്ങളൊക്കെ തൻ്റേതായിട്ടുണ്ടായിട്ടും അറിയാതെ പോയി എന്നുള്ളത് വളരെ സങ്കടകരമാണ്, അല്ലേ? അധികാരം സുഭാഷ് ഒട്ടുംപുറത്തെ പരിചയപ്പെട്ടിട്ടുണ്ടായിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. താനൂരിന്റെ കാര്യത്തിൽ നോക്കുമ്പോൾ അല്ലേ ഏകദേശം. അപ്പോൾ സുഭാഷിനൊന്ന് എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്തുക എന്ന് കൂടി ഈ നമ്മുടെ ഈ സംഭാഷണത്തിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്. വളരെ സന്തോഷം. ഒരുപാട് സമയം നമ്മൾ ചെലവഴിച്ച വിഷുദിനത്തിൽ. വിശ്വാസംസകൾ. താങ്ക് യു.